welcome to my channel Homemade. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 2 വറ്റൽമുളകും 2 തണ്ട് വേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് 3 പച്ചമുളകും ഞാൻ അരിഞ്ഞ് ചേർക്കുന്നു. ഇതൊന്ന് ചെറുതായി വഴന്നു വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവോള കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേക്കും സവോള പെട്ടെന്ന് വാടി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഉപ്പങ്ങ് ചേർക്കുന്നത്. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് സവോള വാടാൻ വേണ്ടി മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നീട് മസാലയൊക്കെ ചേർക്കുമ്പോൾ ചേർത്താലും മതി മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കുമ്പോഴേക്കും നന്നായിട്ട് നമ്മുടെ സവോള വഴന്ന് കിട്ടും. സവോള ഏകദേശം ഈ പരുവത്തിൽ വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്കിതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് മസാലയുടെ ഒരു കുത്തൽ കൂടുതൽ വരുന്നത് ഇഷ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. എങ്കിലും ഗരം മസാല ഒഴിവാക്കാൻ പാടില്ല. ഈ കറിക്ക് ഗരം മസാല അത്യാവശ്യമാണ്. ഇത്രയും ചേർത്ത് ഈ പൊടികൾ ഒന്ന് നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇപ്പം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഇവിടെ ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ 1 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ സവോള വഴറ്റിയതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം. എനിക്ക് നോക്കിയിട്ട് അല്പം ഉപ്പ് പോരാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത്. ആ ഉപ്പ് എല്ലായിടവും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നത്.
ഉരുളക്കിഴങ്ങ് വെന്തതാണ്, സവോളയും വാടിയതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ആ മസാല എല്ലാം ആ ഉരുളക്കിഴങ്ങിലേക്കൊന്ന് പിടിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് വറ്റി കൊഴുത്ത് വന്നിട്ടുണ്ട്. മസാല എല്ലാം ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അധികം വെള്ളമൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല. നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് എല്ലായിടവും മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമ്മളിത് ഒട്ടും തിളച്ചു പോകരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ചു പോകാൻ പാടില്ല. തേങ്ങാപ്പാൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനകത്തേക്ക് ഒരല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തരാൻ മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.